ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് കടല. ഇതിങ്ങനെ രാത്രി ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. കുതിർത്തിട്ട് രാവിലെ ഇതെടുത്തിട്ട് ഒരു 5-10 പീസ് തുടർച്ചക്കാർ ഒരു 5-6 പീസ് കഴിച്ചാൽ മതി. പിന്നെ പതിയെ 10-12 പീസ് ഡെയിലി കഴിക്കുക. ഇത് ഭയങ്കര പ്രോട്ടീനിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ കാൽസ്യം, പൊട്ടാസ്യം, നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മൾ പറയാറുണ്ടല്ലോ, ഇലക്കറികൾ പോലെ നാരുകൾ അടങ്ങിയ ഭക്ഷണം. അതുപോലെ ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിച്ചാൽ തന്നെ മതിയാകും. പിന്നെ അതേപോലെ രാവിലെ ഇത് പാകം ചെയ്തിട്ടും കഴിക്കാം. എലിശ്ശേരി ഉണ്ടാക്കാം, പുളിശ്ശേരി ഉണ്ടാക്കാം. ഇതുകൊണ്ട് നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ വെറുതെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക എന്തൊക്കെ വിഭവങ്ങൾ രാവിലെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പുട്ടും കടല എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. പുട്ടും കടല, ദോശയ്ക്ക് കടല, വെള്ളപ്പത്തിന് കടല അല്ലേ, പിന്നെ അങ്ങനെയുള്ള നിരവധി അപ്പങ്ങൾക്ക് ഇത് മാച്ചായിട്ട് വരാറുണ്ട് ഭയങ്കരമായിട്ട്. അതേപോലെ നൂൽപുട്ടിന് ഇത് ഭയങ്കര ഗുണമാണ്. അതുപോലെ ഇത് ഇങ്ങനെ കുതിർത്തിയിട്ട് രാത്രി വെള്ളത്തിട്ട് രാവിലെ കഴിക്കുക. അപ്പോൾ അടിപൊളി സാധനമാണ്, മിസ്സാക്കണ്ട, കഴിച്ച് തുടങ്ങുക. അതുപോലെ മറ്റൊരു സാധനമാണ് നമുക്ക് രാവിലെ കഴിക്കാൻ നല്ല സുഖം. തൈര് കൂട്ടിയിട്ട് ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കി വെക്കുക. കഞ്ഞി നമ്മൾ ചോറൊക്കെ തൈരൊക്കെ കൂട്ടിയിട്ട് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കുക രാത്രി. ഇത് രാവിലെ ഒരു അല്പം കഴിക്കുക. ഇപ്പോൾ തടി നിയന്ത്രിക്കാനും നമ്മളെ വണ്ണം കൂടാതിരിക്കാനും അങ്ങനെയൊക്കെ കടല സഹായിക്കുന്ന പറയുന്നത്. അതുപോലെ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ചില ആൾ പറയും വണ്ണം കൂടും. ഞാനിത് കുറേ കാലം കഴിച്ചിട്ട് ഇതുവരെ ഞാൻ വണ്ണം കൂടിയിട്ടില്ല. അപ്പോൾ വണ്ണം കൂടുന്നതല്ല, വണ്ണത്തെ നിയന്ത്രിക്കുകയാണ് ശരിക്കും രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ കുതിർത്ത കടല ഇതൊക്കെ വണ്ണത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വണ്ണം കൂട്ടുന്നു എന്നല്ല മറിച്ച്. അപ്പോൾ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ ഇങ്ങനെ അതൊക്കെ കഴിച്ച് നോക്കുക. സൂപ്പറാണ്.